ഏവർക്കും ഹാജാസ് ക്ലാസ്സിലേക്ക് കൃത്യമായ ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ സെക്രട്ടറി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി എക്സാമിനേഷൻ 9/11/2024 ഒരു ചോദ്യപേപ്പർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്, രണ്ടാമത്തെ എക്സ്പ്ലനേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ 15 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കിയത്. 16ാമത്തെ ചോദ്യം മുതൽ ആണ് നമ്മൾ ഇനി നോക്കേണ്ടത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 2023-2024, അതായത് 2024 പരീക്ഷയാണ്. അപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം എന്ന് പറയുമ്പോൾ 2023-24 ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ആരായിരുന്നു? ചൈനയായിരുന്നു കേട്ടോ, ചൈന. എന്നാൽ രണ്ടാമത്തെ ഈ 2023-24 കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായിരുന്ന രണ്ടാമത്തെ രാജ്യമാണ് അമേരിക്ക, മൂന്നാമത്തെ രാജ്യമാണ് UAE, നാലാമത്തെ രാജ്യമാണ് റഷ്യ, അഞ്ചാമത്തെ രാജ്യമാണ് സൗദി അറേബ്യ. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഓർഡർ പഠിച്ചോണം. ഏറ്റവും വലിയ വ്യാപാര പങ്കാളി, ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി 2023-24 ആ ഒരു സാമ്പത്തിക വർഷം ചൈനയായിരുന്നു എന്നത് മറക്കരുത്. ഇനി നമുക്ക് 17ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 2011 സെൻസസ് പ്രകാരം പട്ടിക 1 പട്ടിക 2 പൊരുത്തപ്പെടുത്തുക. പശ്ചിമ ബംഗാൾ എന്താണ്? പശ്ചിമ ബംഗാൾ പട്ടിക ജാതി ജനസംഖ്യയുടെ രണ്ടാമത്തെ ഉയർന്ന പങ്ക്, അതാണ് പശ്ചിമ ബംഗാൾ. ഓക്കെ. അതേപോലെ ബീഹാർ നമുക്ക് അറിയാമല്ലോ, കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ആളുകൾ താമസിക്കുന്നു, അതായത് ഉയർന്ന ജനസംഖ്യാ സാന്ദ്രതയുള്ള സംസ്ഥാനമാണ് ബീഹാർ. മഹാരാഷ്ട്ര എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ സംസ്ഥാനമാണ്. ഛത്തീസ്ഗഡ് ഏറ്റവും ഉയർന്ന ശിശുമരണ നിരക്ക്, IMR ശിശുമരണ നിരക്കുള്ള സംസ്ഥാനമാണ്. അപ്പോൾ ഉത്തരം ഏതാണ് എന്ന് ചോദിച്ചാൽ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ എന്ന് പറയുന്നത്. അപ്പം ഉത്തരം എന്ന് പറയുന്നത് B ആണ് കേട്ടോ. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഒന്ന് രണ്ട് കുഞ്ഞു കാര്യങ്ങൾ പറയാനുള്ളത്. ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയണം നമ്മുടെ അരുണാചൽ പ്രദേശ് ആണ് എന്ന്. അതായത് 17 പെർ ചതുരശ്ര കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ. ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള കേന്ദ്ര ഭരണ പ്രദേശം, ജനസാന്ദ്രത കൂടിയ കേന്ദ്ര പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹി എന്ന് ഉത്തരം പറയണം. ജനസാന്ദ്രത കുറഞ്ഞ കേന്ദ്ര ഭരണ പ്രദേശം ചോദിച്ചാൽ അത് ആൻഡമാൻ ആണെന്ന് പറയണം. പട്ടിക ജാതിക്കാർ ഏറ്റവും ഉയർന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശ് ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ളതും UP-യിലാണ് എന്ന് നമ്മൾ ഓർത്തു വെക്കണം, മറക്കാതിരിക്കട്ടെ. ഇനി നമുക്ക് 18ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. അതായത് പൊതുമേഖലാ നിക്ഷേപത്തിന്റെ പ്രാധാന്യം ആദ്യമായി വെട്ടിക്കുറച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? പൊതുമേഖലാ നിക്ഷേപത്തിന്റെ പ്രാധാന്യം ആദ്യമായി വെട്ടിക്കുറച്ച പഞ്ചവത്സര പദ്ധതിയാണ് 9ാമത്തെ പഞ്ചവത്സര പദ്ധതി. 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലാവധി 1997 മുതൽ 2002 വരെ. പഞ്ചവത്സരം എന്ന് പറഞ്ഞാൽ എന്താ? 5 വർഷം കൊണ്ട് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കേണ്ട വികസന പുരോഗതികളെ പ്ലാനിംഗ് ആണ്. 97 മുതൽ 2002 വരെയാണ് 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ ഉണ്ടായിരുന്ന പഞ്ചവത്സര പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അത് മറന്നു പോകരുത്. ഓക്കെ, അതുപോലെ തന്നെ കോമൺ മിനിമം പ്രോഗ്രാം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. ഇത് 6.5% വളർച്ചാ നിരക്കാണ് ലക്ഷ്യമിട്ടത്. കിട്ടിയത് 5.4%. ഇത് മറക്കരുത്. 18ാമത്തേത് പൊതുമേഖലാ നിക്ഷേപത്തിന്റെ പ്രാധാന്യം ആദ്യമായി വെട്ടിക്കുറച്ച പഞ്ചവത്സര പദ്ധതി 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് എന്നത് ഓർത്തു വെക്കണം. ഇനി 19ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 19 1969 MRTP നിയമത്തിന് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? 19 അതായത് മത്സരവും ന്യായമായ വ്യാപാരവും അപകടത്തിലാക്കാൻ സാധ്യതയുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ ഈ നിയമം ലക്ഷ്യമിടുന്നു. MRTP എന്താണെന്ന് അറിയാമോ? അതായത് മോണോപോളിസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ട് എന്നാണ്. എന്താണ്
എം എന്ന് പറഞ്ഞാൽ മോണോപോളിസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ്, MRTP. ഇത് 1970 ജൂൺ 1 തീയതിയാണ്, ജൂൺ മാസം 1 തീയതിയാണ് ഇത് നിലവിൽ വരുന്നത്. ഏതാണ്? MRTP നിയമം നിലവിൽ വരുന്നത്. ഇത് ഈ ഒരു നിയമം കൊണ്ടുവരാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ദത്ത് കമ്മിറ്റി. ഈ നിയമത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ നിയമത്തിന് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ, ഇതില് വൻകിട വ്യവസായ സ്ഥാപനങ്ങളുടെ കുത്തക അധികാരം നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിയമം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ നിയമം ആസാം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. ജമ്മു കാശ്മീർ ഒഴികെയുള്ള, ഓക്കെ, 1969 അപ്പം ഇത് തെറ്റായ ഒരു പോയിന്റ് ആണ്. സി, ഇന്ത്യയുടെ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് ശേഷം ഈ നിയമം നിർത്തലാക്കപ്പെട്ടു. ഇതിനകത്ത് ശരിയല്ലാത്തത് മൂന്നാമത്തത് മാത്രം, സി മാത്രമാണ് ഇതിനകത്ത് ശരിയല്ലാത്തത്. ഓക്കെ, അടുത്തത് ദാദാഭായി നവറോജി. ആരാണ് ദാദാഭായി നവറോജി? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആളാണ്. ഡ്രെയിൻ സിദ്ധാന്തം കൊണ്ടുവന്ന ആളാണ്. ഈ ഡ്രെയിൻ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ പരിഗണിക്കുക. ഇന്ത്യ ഇംഗ്ലണ്ടിൽ നിന്ന് കനത്ത വ്യാവസായിക യന്ത്രങ്ങളും ഭക്ഷണ സാധനങ്ങളും വളരെ ഉയർന്ന വിലയ്ക്ക് ഇറക്കുമതി ചെയ്തു. ഇത് ഡ്രെയിൻ സിദ്ധാന്തത്തിൽ പറഞ്ഞിട്ടില്ല. ഡ്രെയിൻ സിദ്ധാന്തത്തിന് എതിരായ ഒരു പ്രസ്താവനയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇന്ത്യയെ വികസിപ്പിക്കുന്നതിന് ഇന്ത്യ ഇംഗ്ലണ്ടിന് ഹോം ചാർജുകൾ നൽകി. ഇത് കറക്റ്റാണ്, ഇത് തെറ്റാണ് കേട്ടോ. അതായത് ഇന്ത്യയെ വികസിപ്പിക്കാൻ ഇന്ത്യ ഇംഗ്ലണ്ടിന് പലതരത്തിലുള്ള ഹോം ചാർജുകൾ നൽകിയിരുന്നു. ബ്രിട്ടീഷ് വ്യാവസായിക വിപ്ലവത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ വളരെ കുറഞ്ഞ നിരക്കിൽ ഇന്ത്യ കയറ്റുമതി ചെയ്തു. അതും കറക്റ്റാണ്. ബ്രിട്ടീഷ് ഭരണാധികാരികൾ തങ്ങളുടെ സമ്പാദ്യത്തിന്റെ ഭൂരിഭാഗവും ഇന്ത്യയിൽ ഉപയോഗിക്കാതെ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചയച്ചു. അന്യായമായ കാര്യങ്ങളൊക്കെയാണ് ഇതെല്ലാം. 3 ഇതെല്ലാം ദാദാഭായ് നവറോജിയുടെ ഡ്രെയിൻ സിദ്ധാന്തത്തിൽ അദ്ദേഹം വിശകലനം ചെയ്യുന്നുണ്ട്. അതായത് ഇതിനകത്ത് ഒന്നാമത്തെ പോയിന്റ് ഒഴികെയുള്ള ബാക്കിയെല്ലാം ശരിയാണ്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് ഇന്ത്യ ഇംഗ്ലണ്ടിൽ നിന്ന് കനത്ത വ്യാവസായിക യന്ത്രങ്ങളും ഭക്ഷണ സാധനങ്ങളും ഉയർന്ന വിലയ്ക്ക് ഇറക്കുമതി ചെയ്തു എന്ന് പറയുന്നത് ശരിയല്ല. ഓക്കെ, ഇനി അടുത്ത ഒരു പോയിന്റ്, ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, വെൽബി കമ്മീഷൻ. വെൽബി എന്ന് പറഞ്ഞൊരു കമ്മീഷനുണ്ട്. വെൽബി കമ്മീഷൻ മറന്നു പോരുതേ, ഓർത്തു വെക്കണേ. വെൽബി കമ്മീഷനിൽ അംഗമാകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചാൽ അത് ദാദാഭായി നവറോജി ആണ്. അതും ഓർത്തു വെക്കണം. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാലും അതും ദാദാഭായി നവറോജി എന്ന് നമ്മൾ പറയണം. ഇനി 21ാമത്തെ ചോദ്യം, നീതി ആയോഗ് അതിന്റെ പ്രധാന ലക്ഷ്യങ്ങളായി താഴെ പറയുന്നവയിൽ ഏതാണ് പരിഗണിക്കാത്തത്? അപ്പോൾ നീതി ആയോഗ് എന്താണ് എന്നൊക്കെ നമുക്കറിയാം. നീതി ആയോഗിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ താഴെ പറയുന്നവയിൽ ഏത് ഉൾപ്പെടുന്നില്ല? 1, സംസ്ഥാനങ്ങളുടെ സജീവമായ പങ്കാളിത്തത്തോടെ ദേശീയ വികസന മുൻഗണനകൾ, മേഖലകൾ, തന്ത്രങ്ങൾ എന്നിവയുടെ പങ്കിട്ട കാഴ്ചപ്പാട് വികസിപ്പിക്കുക. 2, ശക്തമായ സംസ്ഥാനം ശക്തമായ ഒരു രാഷ്ട്രമാകുമെന്ന് തിരിച്ചറിഞ്ഞ് തുടർച്ചയായി സംസ്ഥാനങ്ങളുമായുള്ള ഭരണഘടനാപരമായ പിന്തുണ സംരംഭങ്ങളിലൂടെയും സംവിധാനങ്ങളിലൂടെയും സഹകരണ ഫെഡറലിസം വളർത്തുക. പഞ്ചവത്സര പദ്ധതികളിൽ സർക്കാരിന്റെ നിക്ഷേപ പദ്ധതികൾ നിർദ്ദേശിക്കുക. ദേശീയ സുരക്ഷയുടെ താൽപ്പര്യങ്ങൾ സാമ്പത്തിക തന്ത്രത്തിലും നയത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പ്രത്യേകം പരാമർശിച്ചിരിക്കുന്ന മേഖലകളിൽ ഉറപ്പാക്കാൻ. ഇതില് നീതി ആയോഗിന്റെ പ്രധാന ലക്ഷ്യങ്ങളായി താഴെ പറയുന്നവയിൽ ഏതാണ് പരിഗണിക്കാത്തതെന്ന് ചോദിച്ചാൽ ഉത്തരം സി ആണ്. 21ാമത്തെ ചോദ്യം, പഞ്ചവത്സര പദ്ധതികളിൽ സർക്കാരിന്റെ നിക്ഷേപ പദ്ധതികൾ നിർദ്ദേശിക്കുക എന്നുള്ളത് നീതി ആയോഗിന്റെ പ്രധാന ലക്ഷ്യങ്ങളുമായി പരിഗണിക്കാത്തതാണ്. നീതി ആയോഗിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ അത് നമ്മൾ നോക്കണം. 1ാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേരിടാൻ പ്രയോജനപ്പെടുത്തുക. അതാണ് നീതി ആയോഗിന്റെ പ്രധാന ലക്ഷ്യം. 1 അതാണ്. 2ാമത്തത് കാർഷിക മേഖലയിലെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ
പുരോഗതിയിലേക്ക് എത്തിക്കുക. കാർഷിക മേഖലയെ പലതരത്തിലുള്ള കൃഷികളൊക്കെ ചെയ്ത് അവരെ പുരോഗതിയിലേക്ക് കൊണ്ടെത്തിക്കുക. 3, പ്രവാസി ഇന്ത്യക്കാർ. പ്രവാസികൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. ഇനി 4, ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തരാക്കുക. ഇനി സമ്പദ് വ്യവസ്ഥയുടെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുക. ഇതെല്ലാം നമ്മുടെ ഓപ്ഷനിലുണ്ട്, പക്ഷേ സി നമ്മുടെ ഓപ്ഷനിൽ ഇല്ല. ഓക്കെ, അതുകൊണ്ട് അതാണ് അതിനകത്ത് പരിഗണിക്കാത്തത്. 1949 ബംഗാൾ ക്ഷാമം സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ബംഗാളിലും സമീപ പ്രദേശങ്ങളിലും ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ വൻ ഇടിവ്. ഭക്ഷണത്തിന്റെ വിലയിൽ ഗണ്യമായ വർധനവ്. കേൾക്കണം, ഭക്ഷണത്തിന്റെ വിലയിൽ ഗണ്യമായ വർധനവ്. അതുപോലെ പണപ്പെരുപ്പ നിരക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ കാർഷിക വേതനത്തിൽ ചെറിയ വർധനവ്. അവകാശ പരാജയം സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തിക്ക് ലഭ്യമാകേണ്ട ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഇതര ബണ്ടിലുകളുടെ ശേഖരം ചുരുങ്ങുന്നു. കൂടാതെ അയാൾക്ക് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. 4 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ശരിയല്ലാത്തത് ഏതാണ്? അതായത് ഒന്നാമത്തെ ഓപ്ഷൻ, അതായത് ബംഗാളിലും സമീപ പ്രദേശങ്ങളിലും ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ വൻ ഇടിവുണ്ടായി എന്ന് പറയുന്നത് ബംഗാൾ ക്ഷാമം. നമ്മൾ നമ്മൾ ബംഗാൾ ക്ഷാമത്തെ സംബന്ധിച്ച് നമ്മൾ ഇതായിരിക്കും ചിലപ്പോൾ എ ആയിരിക്കും തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ളത്. ശരിയല്ലാത്തത് ഏതെന്ന് ചോദിക്കുമ്പോൾ, അപ്പം അല്ല ശരിയായത് ഏതെന്ന് ചോദിക്കുമ്പോൾ, അപ്പം ഇതിൽ ശരിയല്ലാത്തത് ഇതാണ്. ശരിയല്ലാത്തത് ഒന്നാണ്. അവിടെ ഓർമ്മിക്കേണ്ടത് 1943 യഥാർത്ഥത്തിൽ ബംഗാൾ ക്ഷാമം. ഇവിടെ ക്വസ്റ്റ്യനിൽ 49 എന്നാണ് തന്നിട്ടുള്ളത്. അതൊരു ചെറിയ തെറ്റാണ്. അപ്പം 49 ബംഗാൾ ക്ഷാമം നടക്കുന്നത്, 43. ഇതിന് നെൽകൃഷിയാണ് ഈ ഒരു ബംഗാൾ ക്ഷാമം ബാധിക്കുന്നത്. അതായത് 1943 ബംഗാൾ ക്ഷാമത്തിന് കാരണമായ നെൽകൃഷിയെ ബാധിച്ച ഒരു രോഗമുണ്ട്. ബ്രൗൺ സ്പോട്ട്, ഫംഗസ് രോഗമാണ്. ബ്രൗൺ സ്പോട്ട് എന്ന് പറയുന്ന ഒരു രോഗമാണ് ബാധിക്കുന്നത്. ഓക്കെ, അന്ന് ലിൻ ലിത്ഗോ എന്ന് പറയുന്ന ഒരു ആളായിരുന്നു ഇവിടുത്തെ വൈസ്രോയി. ലിൻ ലിത്ഗോ, കേട്ടോ, ലിൻ ലിത്ഗോയാണ്. ഇത് ഈ 1943 ബംഗാൾ ക്ഷാമത്തിൻ്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് 1942 ജപ്പാൻ കൈവശപ്പെടുത്തിയ സിംഗപ്പൂരിൽ നിന്നും ബർമയിൽ നിന്നുമുള്ള അരി കയറ്റുമതി നിർത്തിവെച്ചതും, അതുപോലെ തന്നെ 1942 ഒക്ടോബറിലുണ്ടായ ചുഴലിക്കാറ്റുമൊക്കെ ബംഗാൾ ക്ഷാമത്തിൻ്റെ കാരണമായി കരുതപ്പെടുന്നു. ബംഗാൾ ക്ഷാമം ചെറിയൊരു മൈക്രോ ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്തത് 23ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഹരിത വിപ്ലവം. അപ്പം ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് ശരി എന്നതാണ് ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം. നെല്ലിൻ്റെ വിളവ് മുരടിച്ചെങ്കിലും ഗോതമ്പിൻ്റെ വിളവ് ഗണ്യമായി മെച്ചപ്പെടുത്തി എന്നതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. ഓക്കെ, അത് ശരിയാണ്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നെല്ലിൻ്റെ വിളവ് കുറച്ച് മുരടിച്ചു പോയി, പക്ഷെ ഗോതമ്പിൻ്റെ വിളവ് ഗണ്യമായി മെച്ചപ്പെടുത്തി എന്നത് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയാണ്. ഇനി രണ്ടാമത്തത് കീടനാശിനികളുടെ അമിത ഉപയോഗം, അതും ശരിയാണ്. HYV വിത്തുകൾ ഭൂഗർഭ ജലത്തിൻ്റെ ഒപ്റ്റിമൈസ് ഉപയോഗം എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. അടുത്തത് 4ാമത്തെ പോയിന്റ്, കാർഷിക മേഖലയിലെ വർദ്ധിച്ച അസമത്വം. താഴെ പറയുന്നവയിൽ ഹരിത വിപ്ലവം, ഇന്ത്യയിലെ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിൽ 4ാമത്തെ പോയിന്റും ശരിയാണ്. എന്താണ് ഈ HYV വിത്തുകൾ എന്ന് പറഞ്ഞാൽ? HYV ആണ്. HYV അതായത് ഉയർന്ന വിളവ് നൽകുന്ന വിത്തുകളെയാണ് HYV വിത്തുകൾ എന്ന് പറയുക. ഓക്കെ, അപ്പം ഈ HYV വിത്തുകളുടെ പ്രത്യേകത, ഇത് വളരണമെങ്കിൽ കുറേ വെള്ളം വേണം, ഒരുപാട് വെള്ളം വേണം, ഒരുപാട് വളങ്ങൾ വേണം, ഒരുപാട് മറ്റു വസ്തുക്കളും ഒക്കെ ഇതുണ്ടെങ്കിലേ HYV വിത്തുകൾ വളരുകയുള്ളൂ. ഓക്കെ,
ഇനി നല്ല പോലെ വികസിപ്പിച്ചെടുത്ത ജലസേചന സൗകര്യങ്ങളും സാമ്പത്തിക സ്രോതസ്സും ഒക്കെ ഉണ്ടെങ്കിലേ ഈ വിത്തിടാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഹരിത വിപ്ലവം ഇന്ത്യയിൽ, മെക്സിക്കോയാണ് ഹരിത വിപ്ലവത്തിന്റെ ജന്മം. പക്ഷേ ഇന്ത്യയിൽ ഹരിത വിപ്ലവം തുടങ്ങുമ്പോൾ ഇത് HYV വിത്തുകളുടെ ഉപയോഗം കൂടുതൽ സമ്പന്നമായ സംസ്ഥാനങ്ങളായ പഞ്ചാബ്, അതേപോലെ തന്നെ തമിഴ്നാട്, അതേപോലെ തന്നെ ആന്ധ്ര, ഇവിടെ മാത്രമായിട്ട് ഇതിനെ പരിമിതപ്പെടുത്തി. കാരണം ഇത്രയും ജല സേചന സംവിധാനങ്ങൾ ഉണ്ടാവണം, അതേപോലെ തന്നെ സാമ്പത്തിക സ്രോതസ് ഉണ്ടാവണം, ഇതിന് വേണ്ട വെള്ളവും വളവും ഒക്കെ കൊടുക്കാനുള്ള ഒരു സാമ്പത്തികം വേണം. അതുകൊണ്ട് ഈ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഹരിത വിപ്ലവത്തിന്റെ തുടക്കത്തിൽ HYC എന്ന് പറയുന്ന ഒരു വിത്ത് ഉപയോഗിച്ചത്. പക്ഷെ കൂടുതൽ വിളവ് കിട്ടുമെന്നുള്ളത് അതിനകത്തൊരു ഗുണമാണ്. ഇനി നമുക്ക് 24ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 24ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഇന്ത്യയിലെ താഴെ പറയുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പരിഗണിക്കുക. ഓക്കെ, സമ്പൂർണ്ണ ശുചിത്വ ക്യാമ്പയിൻ, ബേട്ടി ബച്ചാവോ ബേഫി പഠാവോ, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, ആയുഷ്മാൻ ഭാരത്. ഈ സ്കീമുകളുടെ കാലക്രമം നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം അതിൽ ഒന്നാമത്തത് ഇതിൻ്റെ കാലക്രമമാണ് പറയേണ്ടത്. എന്ന് വെച്ചാൽ ഇത് എപ്പോഴാണ് നടപ്പിലാക്കുന്നത് എന്നുമായി ബന്ധപ്പെടുത്തിയാണ് ഇത് കറക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതിൽ 1, 3 ഇത് കഴിഞ്ഞിട്ട് ഇത് വരണം. അത് കഴിഞ്ഞത് 1, 3, 2, 4 ഇതാണ് ഇതിൻ്റെ ഓർഡർ. 1, 3, 2, 4 എന്നതാണ് ഓർഡർ. ഇതാണ് കറക്റ്റ് ഉത്തരം. കാലക്രമം ഇതിൻ്റെ ഈ 4 പരിപാടികളുടെയും അതിൻ്റെ ഓർഡറിൽ കൊടുക്കാൻ പറഞ്ഞാൽ 1 സമ്പൂർണ്ണ ശുചിത്വ ക്യാമ്പയിൻ കഴിഞ്ഞാൽ അടുത്ത് വരേണ്ടത് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, അത് കഴിഞ്ഞാൽ ബേട്ടി ബച്ചാവോ ബേഫി പഠാവോ, അത് കഴിഞ്ഞാൽ ആയുഷ്മാൻ ഭാരത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 25ാമത്തെ ചോദ്യമാണ്. 25: ഇന്ത്യയിലെ ഭൂപരിഷ്കരണത്തിന്റെ ഭാഗിക പരാജയത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ ഏതെല്ലാമാണ്? 25ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കണം. ഓക്കെ, ഇത് യഥാർത്ഥത്തിൽ ചോദ്യപേപ്പറിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ത്യയിലെ ഭൂപരിഷ്കരണ ഭാഗിക പരാജയത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ. കാരണം ഇതിനകത്ത് ഓപ്ഷനുകൾ വളരെ കൃത്യമല്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പരിഷ്കരണ ഭാഗിക പരാജയത്തിന് പിന്നിലെ കാരണങ്ങളിൽ നമുക്ക് 1-2 കാരണങ്ങൾ ഞാനിവിടെ പറയാം. 1, വിശ്വസനീയമായ ഭൂരേഖകളുടെ അഭാവം. വിശ്വസനീയമായ ഭൂരേഖകളില്ല. 2, ശരിയായ സാമ്പത്തിക സഹായത്തിന്റെ അഭാവം. ഭരണകൂടത്തിന്റെ അനുചിതമായ നിർവഹണം. നിയമപരമായ തടസ്സങ്ങൾ. രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ അഭാവം. ഉദ്യോഗസ്ഥരുടെ അഴിമതി. തരിശുഭൂമിയും കൃഷിയോഗ്യമല്ലാത്തതുമായ മിച്ച ഭൂമികൾ. അതുപോലെ തന്നെ ഭരണകൂടത്തിന്റെ നിസ്സംഗ മനോഭാവം. ഇതെല്ലാം ഇന്ത്യയിലെ ഭൂപരിഷ്കരണത്തിന്റെ ഭാഗിക പരാജയത്തിന് പിന്നിലെ കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. 26ാമത്തെ ചോദ്യം ഇതാണ്. എന്താണ് 26ാമത്തെ ചോദ്യം എന്ന് നോക്കാം. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള ഇന്ത്യയിലെ വ്യാവസായികവൽക്കരണത്തിന് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ്? 26ാമത്തെ ചോദ്യമാണ്. ഓക്കെ, ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള ഇന്ത്യയുടെ വ്യാവസായികവൽക്കരണത്തിന് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ്? വ്യാവസായികവൽക്കരണത്തിന്റെ തീവ്രത നിർണായകമായിരുന്നു. 1750 ഇന്ത്യ ലോക വ്യാവസായിക ഉൽപാദനത്തിന്റെ 25% ഉൽപ്പാദിപ്പിച്ചു. 1900 ആയപ്പോഴേക്കും ഇത് 2% കുറഞ്ഞു. ഇതിലേതാണ് തെറ്റെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്, ഓർമ്മിക്കണം. തുടക്കത്തിൽ ഇത് മുഗൾ സാമ്രാജ്യത്തിന്റെ പതനത്തെ തുടർന്ന് സപ്ലൈ സൈഡ് അഗാധങ്ങൾ സൃഷ്ടിച്ചു. തുണിത്തരങ്ങളിൽ ഇന്ത്യയുടെ വ്യാപാര മിച്ചം മില്ലുടമകൾ വിവേകപൂർവം ഉപയോഗിച്ചില്ല. ഓക്കെ, അടുത്തത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഉടനീളമുള്ള പഴയ രാജകീയ കോടതികളിൽ നിന്ന് കരകൗശല തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്ന പിന്തുണ ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയില്ല. ഇങ്ങനെയുള്ള 4 ഓപ്ഷനുകളിൽ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള ഇന്ത്യയുടെ വ്യാവസായികവൽക്കരണത്തിന്
താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ് എന്ന് പറയുന്നതാണ് ചോദ്യം. അതിൽ ഈ തന്നിരിക്കുന്നതിൽ 3 ശരിയാണ്. തുണിത്തരങ്ങളിൽ ഇന്ത്യയുടെ വ്യാപാര മിച്ചം മില്ലുടമകൾ വിവേകപൂർവ്വം ഉപയോഗിച്ചില്ല എന്ന് പറയുന്നതാണ് ഇതിനകത്തെ തെറ്റ്. ബാക്കി 3 ശരിയാണ്. ഇതെല്ലാം ശരിയാണ്. ഈ കൊടുത്തിരിക്കുന്നതിൽ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള ഇന്ത്യയുടെ വ്യാവസായികവൽക്കരണത്തിൽ തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തുണിത്തരങ്ങളിൽ ഇന്ത്യയുടെ വ്യാപാര മിച്ചം മില്ലുടമകൾ വിവേകപൂർവ്വം ഉപയോഗിച്ചില്ല എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് 27ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ത്യൻ രൂപ ഡാഷ് മാറ്റാവുന്നതാണ്. ഇന്ത്യൻ രൂപ ഡാഷ് മാറ്റാവുന്നതാണ്. ഇതും PSCയുടെ അന്തിമ ഉത്തര സൂചികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ചോദ്യമാണ്. പ്രാഥമിക സൂചനയിൽ കറണ്ട് അക്കൗണ്ടിൽ മാത്രം. ഇതാണ് പ്രാഥമികമായി അവർ ശരിയെന്ന് പറഞ്ഞത്. അവസാനം ഈ ചോദ്യത്തെ ക്യാൻസൽ ചെയ്തു. അതിനകത്തൊരു തർക്ക സ്വഭാവമുള്ളൊരു ചോദ്യമായതുകൊണ്ട് മാറ്റി. കേട്ടോ, അപ്പം കറണ്ട് അക്കൗണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇനി ഇവിടെ ഇന്ത്യൻ രൂപ ഡാഷ് മാറ്റം. അപ്പോൾ ആ ചോദ്യം നമ്മൾ ഇനി ചർച്ച ചെയ്യണ്ട കേട്ടോ, അത് ക്വസ്റ്റ്യൻ ക്യാൻസലാണ്. അടുത്തത് 28ാമത്തെ ചോദ്യം ആണ്. 28ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 28ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. MOSPI ഇന്ത്യ ഗവൺമെന്റിന്റെ ആനുകാലിക ലേബർ ഫോഴ്സ് സർവേ പ്രകാരം സ്ത്രീ തൊഴിൽ പങ്കാളിത്ത നിരക്ക് താഴെ പറയുന്ന പ്രവണത പിന്തുടരുന്നു. അപ്പം ഇവിടെ 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 2018 കാലത്തെ അപേക്ഷിച്ച് 2012 മുതൽ 22 ഗ്രാമീണ നഗര മേഖലകളിൽ കുറഞ്ഞു. ഗ്രാമീണ മേഖലകളിൽ 2018 അപേക്ഷിച്ച് 2012-22 ഇത് വർദ്ധിച്ചു. എന്നാൽ നഗരമേഖലകളിൽ കുറഞ്ഞു. നഗരമേഖലകളിൽ 2018 അപേക്ഷിച്ച് 2012-22 ഇത് വർദ്ധിച്ചു. എന്നാൽ ഗ്രാമീണ മേഖലകളിൽ കുറഞ്ഞു. ഇനി അടുത്തൊരു ഓപ്ഷൻ 2018 അപേക്ഷിച്ച് 2012-22 ഗ്രാമീണ നഗരമേഖലകളിൽ വർദ്ധിച്ചു എന്ന് പറയുന്ന 4 ഓപ്ഷനുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൽ ഏത് താഴെ പറയുന്ന പ്രവണത പിന്തുടരുന്നു? ഇങ്ങനെ 4 ഓപ്ഷൻ ഉണ്ട്. ഇതിലേതാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്? ഉത്തരം D ആണ്. ഇത് 2018 അപേക്ഷിച്ച് 2012 ഗ്രാമീണ നഗര മേഖലകളിൽ വർദ്ധിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അതായത് സ്ത്രീ തൊഴിൽ പങ്കാളിത്ത നിരക്ക് ഈ പ്രവണതയാണ് പിന്തുടരുന്നത്. MOSPI ഇന്ത്യ ഗവൺമെന്റിന്റെ ആനുകാലിക ലേബർ ഫോഴ്സ് സർവേ പ്രകാരം സ്ത്രീ തൊഴിൽ പങ്കാളിത്ത നിരക്ക്, അതായത് FPR 2018 അപേക്ഷിച്ച് 2012 ഗ്രാമീണ നഗര മേഖലകളിൽ വർദ്ധിച്ചു എന്ന് പറയുന്നതാണ് ശരി. എന്താണ് ഈ MOSPI എന്നറിയാമോ? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ എന്നാണ് MOSPI. ഇത് പ്രകാരം ഇന്ത്യയിലെ സ്ത്രീ തൊഴിൽ പങ്കാളിത്ത നിരക്ക് പുരുഷന്മാരെക്കാളും കുറവാണ്. അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെന്റിന്റെ ആനുകാലിക ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ട് 2022-23 പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീ തൊഴിൽ പങ്കാളിത്ത നിരക്ക് 41.5%. 2022-23 ആനുകാലിക ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ട് പ്രകാരം നഗരപ്രദേശങ്ങളിൽ സ്ത്രീ തൊഴിൽ പങ്കാളിത്ത നിരക്ക് 25.4% ആണ് എന്നുള്ളതാണ്. ഇനി അടുത്തത്, ഇവിടെ 2 ലിസ്റ്റുകളുണ്ട്, ലിസ്റ്റ് 1 ലിസ്റ്റ് 2. എന്നിട്ട് ശരിയായ ഓപ്ഷനുകൾ നമുക്ക് ഇതിനകത്തുനിന്ന് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് നോക്കാം. അരവിന്ദ് പനഗിരിയ. ആരാണ് അരവിന്ദ് പനഗിരിയ? ധനകാര്യ കമ്മീഷനാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ഇന്ത്യയുടെ 16ാമത്തെ ധനകാര്യ കമ്മീഷന്റെ ചെയർമാനാണ് അരവിന്ദ് പനഗിരിയ. ഇനി രണ്ടാമത്തത് MS സ്വാമിനാഥൻ. 2 അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് MS സ്വാമിനാഥൻ. അത് ആർക്കും സംശയമില്ല. എന്നാൽ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥനാണെങ്കിൽ
ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യനാണ്, ഡോക്ടർ വർഗീസ് കുര്യനാണ്. ഓക്കെ, ഇനി വർഗീസ് കുര്യൻ എന്ന് പറയുന്നത് ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഇനി BVR സുബ്രഹ്മണ്യം നീതി ആയോഗ്, ഇതാണ് കറക്റ്റ്. ഓക്കെ, അതായത് നീതി ആയോഗിന്റെ നിലവിലെ CEO ആണ് BVR സുബ്രഹ്മണ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ ലിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ശരിയായ ഉത്തരം ഡി ആണ്. അടുത്തത്, ഇവിടെ ഇന്ത്യയിലെ മരണങ്ങളിലെ രോഗങ്ങളുടെ ഭാരം നിലവിൽ താഴെ പറയുന്നതിൽ ഏതാണ് പിന്തുടരുന്നത്? ഇതാണ് ചോദ്യം. 30ാമത്തെ ചോദ്യം ആണ്. ഓക്കെ, ഇതില് സാംക്രമിക രോഗങ്ങളുടെ ഭാരം സാംക്രമികമല്ലാത്ത രോഗങ്ങളെക്കാൾ കൂടുതലാണ്. പടരുന്ന രോഗങ്ങളും പടരാത്ത രോഗങ്ങളും ഉണ്ട്. അതിലെ സാംക്രമിക രോഗങ്ങൾ പടരുന്ന രോഗങ്ങളാണ്. അപ്പം സാംക്രമിക രോഗങ്ങളുടെ ഭാരം സാംക്രമികമല്ലാത്ത രോഗങ്ങളെക്കാൾ കൂടുതലാണ്. ഇതാണ് ഒരു ഓപ്ഷൻ. രണ്ടാമത്തത്, സാംക്രമിക രോഗങ്ങളുടെ ഭാരം സാംക്രമികമല്ലാത്ത രോഗങ്ങളെക്കാൾ കുറവാണ്. അപകടങ്ങളുടെയും ആത്മഹത്യകളുടെയും ഭാരം ഏറ്റവും കൂടുതലാണ്. സാംക്രമിക രോഗങ്ങളുടെ ഭാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സമീപകാലത്ത് സാംക്രമികേതര രോഗങ്ങളുടെ എണ്ണം കുറഞ്ഞു എന്ന് പറയുന്ന കുറച്ച് ഓപ്ഷനുകളാണ് നമുക്കിവിടെ കാണുന്നത്. ഇനി ഇതിനകത്ത് ഏതാണ് ഇപ്പോഴത്തെ അവസ്ഥ? ഇപ്പോഴത്തെ അവസ്ഥ സാംക്രമിക രോഗങ്ങളുടെ ഭാരം സാംക്രമികമല്ലാത്ത രോഗങ്ങളെക്കാൾ കുറവാണ്. ഓക്കെ, അതായത് പടരുന്ന രോഗങ്ങളുണ്ടല്ലോ, ഈ പടരുന്ന രോഗങ്ങളുടെ ഭാരം ഇപ്പം കുറവാണ്. അങ്ങനെ ഇവിടെ പകർച്ചവ്യാധികളൊന്നുമില്ല. പകർച്ചവ്യാധി അല്ലാത്ത രോഗങ്ങളുണ്ടല്ലോ, അവരുടെ ഭാരമാണ് കൂടുതൽ എന്ന് പറയുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം, ലഖ്പതി ദീദി സ്കീമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അപ്പൊ നമുക്ക് ഈ 31ാമത്തെ ചോദ്യം അടുത്ത പാർട്ടിൽ ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ഈ ചോദ്യ പേപ്പറിന്റെ എത്ര ചോദ്യങ്ങളായിട്ടുണ്ട്? 30 ചോദ്യങ്ങൾ. ഒരു പാർട്ട് കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ തീരും. GK പോർഷൻ മാത്രമല്ലേ നമ്മൾ നോക്കണേ, ബാക്കിയെല്ലാം നമ്മൾ മെമ്മിൽ നോക്കാറുണ്ടല്ലോ, അല്ലേ? അപ്പോൾ നമുക്ക് 30 ചോദ്യങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത പാർട്ടിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇതിനെ പോസിറ്റീവായും അല്ലെങ്കിൽ ഇതിനെ വിമർശന ബുദ്ധിയോടുകൂടിയും ഒക്കെ നിങ്ങൾക്ക് ഇതിനെ വിലയിരുത്താം. അതിനനുസരിച്ചായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ തരിക. എല്ലാവരും ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, നമ്മുടെ ജനറൽ PSCയുടെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2025 ഇന്നേ ദിവസമാണ് ഈ കോഴ്സ് ആരംഭിക്കുന്നത്. ഈ കോഴ്സിന്റെ പ്രത്യേകത, ഒരു വർഷത്തേക്ക് ഏറ്റവും കുറഞ്ഞ ഫീസാണ്. അതായത് നമുക്ക് 7ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ള എല്ലാ പരീക്ഷകൾക്കും ഈ ഒരു കോഴ്സ് മതിയാകും. ഇതിന് സാധാരണ നിലയിലുള്ള ഫീസ് ഏകദേശം 10,000 ആണ്, കാരണം അത്രയും ക്ലാസ്സസ് ഉണ്ട്. പക്ഷെ നമ്മൾ ആദ്യത്തെ 100 കുട്ടികൾക്ക് ഇത് 3,999+ GSTക്കാണ് ഇത് നൽകുന്നത്. ഇതിനകത്ത് പ്രത്യേകതകൾ, ഇതിനകത്ത് ഒരുപാട് ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ്, PDF, ഇതെല്ലാം കോമൺലി ഉള്ള കാര്യങ്ങളാണ്. ലെജൻഡ് എന്ന് നമുക്ക് തീർത്തും വിളിക്കാൻ കഴിയുന്ന അധ്യാപകർ മാത്രമാണ് ഇതിനകത്ത് ക്ലാസ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏറ്റവും കിടിലമായിട്ടുള്ള ക്ലാസ് കിട്ടും. 2, ഒരു വർഷത്തേക്കാണ് ഇതിന്റെ കാലാവധി. ആദ്യത്തെ 100 പിള്ളേരിൽ നിങ്ങൾ ഉൾപ്പെടുകയാണെങ്കിൽ ഈ കോഴ്സിന്റെ കാലാവധി 1 വർഷവും കൂടി നീട്ടിത്തരും. അങ്ങനെ 2 years ആയി അത് മാറും. കറണ്ട് അഫയേഴ്സിന്റെ ഒരു കോഴ്സ് ഉണ്ട്, അതും കൂടി ഇതിനകത്ത് ഫ്രീ ആയിട്ട് കിട്ടും ആദ്യത്തെ 100 എടുത്താൽ. അതിനോടൊപ്പം തന്നെ ഇതിന്റെ എല്ലാ PDF നോട്ട് തരും. 24 hours നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗട്ട് ക്ലിയറൻസിന് വിളിച്ച് ചോദിക്കാനുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിലൂടെയും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിളിച്ച് ചോദിക്കാനുള്ള സൗകര്യമുണ്ട്. സാറ് തന്നെ ആയിരിക്കും എടുക്കുക, മറ്റ് സ്റ്റാഫുകളായിരിക്കില്ല. ഇത് 2 വർഷത്തെ നിങ്ങൾക്കത് കിട്ടും. നിങ്ങൾക്ക് സിലബസ് പരിപൂർണമായും കിട്ടും. അതായത് ഈ കഴിഞ്ഞ ഒരു 3 മാസത്തിനുള്ളിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് തരുന്നത്. ഇതിനോടൊപ്പം ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഇത് പ്രത്യേകിച്ച് പരിഗണന നൽകാൻ MEM എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ടാവും. കറണ്ട് അഫയേഴ്സ് വിട്ടുവീഴ്ചയില്ലാത്ത ഡെയിലി കറണ്ട് അഫയേഴ്സിലെ ഏറ്റവും കിടില നോട്ടുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ടീം തന്നെ നമുക്കുണ്ട്. അവര് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിന്റെ കൃത്യമായ വിവരണങ്ങൾ നൽകും.
ഇങ്ങനെ ഒരു കോഴ്സാണ്. വളരെ ഫീസ് കുറവാണ്, ഫീസ് ഇല്ല എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇനി വരാനിരിക്കുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷ, വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾ, കമ്പനി ബോർഡ് പരീക്ഷകൾ, കമ്പനി ബോർഡ് LGS, ഇതിനെല്ലാം ഈ ഒരു കോഴ്സ് മതിയാവും. ആർക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ ഒരു വർഷ കാലയളവിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കഴിയും. 2 വർഷത്തിനുള്ളിൽ വരുന്ന മുഴുവൻ പരീക്ഷകളുടെ ലിസ്റ്റുകളിലും നിങ്ങളുടെ പേരുണ്ടാകും. നിങ്ങൾ ജോലി വേണമെന്ന് ആത്മാർത്ഥമായി പഠിക്കാനും അതേപോലെ ഞങ്ങൾ പറയുന്നത് കേട്ട് പഠിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഈ ഒരൊറ്റ കോഴ്സിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. എല്ലാവരും ജോയിൻ ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഇവിടെ ഒരു ഫീസ് തടസ്സമാകരുത് എന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഫീസ് നിശ്ചയിച്ചിരിക്കുന്നത്. ഫീസ് കണ്ട് ഒരിക്കലും കോഴ്സിനെ വിലയിരുത്തരുത്. അത് ഫീസ് വേറെ ലെവൽ, ഫീസ് വളരെ കുറവാണ്, ക്ലാസ് വേറെ ലെവലാണ്, വേറെ ലെവൽ തന്നെയാണ്. നിങ്ങൾക്ക് ഒരിക്കലും മറ്റൊരു സ്ഥലത്ത് നിന്നും ഇത്തരത്തിലൊരു ക്ലാസ് കിട്ടൂല എന്ന് തന്നെ ഞാൻ പറയുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണണം. ബൈ ബൈ.